ഹേയ് ഗായ്സ്, നമ്മൾ ഇന്ന് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ഈ പൂ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആമ്പലിന്റെ ഒരു പൊൻ വസന്തം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മലരിക്കൽ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് വന്നാണ്. ലൈറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. പോയി വന്നതിന് ശേഷം 6 മണി to 9:30 വരെയാണ് ആമ്പലിന്റെ പൊൻവസന്തം കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. കൂടാതെ അമ്മച്ചിയും ഡിലും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കയറുന്നതിന് മുമ്പേ നമ്മൾ ആമ്പലൊക്കെ വാങ്ങി കൈ പിടിച്ചു, കുറച്ചൊക്കെ പൊട്ടിച്ചു. പക്ഷെ എല്ലാവർക്കും പൊട്ടിക്കാനുള്ള അനുവാദമില്ല. ഇതിന്റെ വിത്താണ് കേട്ടോ ആമ്പലിന്റെ. അതൊക്കെ നേരത്തെ അമ്മച്ചി വാങ്ങിച്ച് പാക്ക് ചെയ്ത് വെച്ചിരുന്നു. പൂക്കളോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളാണ്. ഈ ഒരു കെട്ടിന് 30 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് വാങ്ങിച്ചിട്ട് നമ്മള് വഞ്ചിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അവിടുന്ന് അങ്ങനെ പൊട്ടിക്കാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ തിക്നെസ് കുറഞ്ഞ സ്ഥലത്തുനിന്ന് നമുക്ക് അങ്ങനെ ചെറുതായിട്ടൊക്കെ പൊട്ടിക്കാം. ഇത് 50 രൂപയാണ് കേട്ടോ വിത്ത് വരുന്നത് റേറ്റ്. അപ്പൊ ഗൈസ്, നമ്മളിതാ ബോട്ടിങ്ങിന് പോകാൻ പോവാണ് കേട്ടോ. ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോണേ. ഇതാ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകാൻ പോണത്. അപ്പൊ പോയാലോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാ അവിടം വരെ പോണം. അപ്പൊ നമ്മൾ പോവാണ് ഗൈസ്. 9000 പാടം എന്നാണ് ഈ പാടം അറിയപ്പെടുന്നത്. 1850 ഏക്കറിലാണ് നമ്മുടെ ഈ ആമ്പല് വിരിഞ്ഞു നിൽക്കുന്നത്. ആമ്പൽ വസന്തം കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. ഒത്തിരി എക്സൈറ്റഡ് ആണ്. എന്താ പറയണ്ടത് എനിക്കറിയില്ല കേട്ടോ. സൈഡിലേക്ക് നോക്കി ഒരു രക്ഷയില്ല. അപ്പൊ അമ്പൽപ്പാടം കാണാൻ വേണ്ടിട്ട് നമ്മള് വെളുപ്പിനെ 3 മണിക്ക് പോകുന്നതാണ് കേട്ടോ. 6 മണിയായപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തിയതാ. അമ്മച്ചിയും ഡിലും ചച്ചും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അമ്മച്ചി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. പക്ഷെ വന്നിരുന്ന സമയം നമ്മൾ ഉച്ചയ്ക്കാണ് വന്നിരുന്നത്. ആ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഈ ബ്രോയിനെ വിളിച്ചിട്ട് നമ്മള് നേരത്തെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അന്ന് വന്നിരുന്നപ്പോ. അപ്പൊ ഇന്നലെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു എപ്പ എത്തണം എന്ന്. അപ്പൊ 7:30 ആകുമ്പോഴേക്ക് എത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 7:30-ക്ക് മുന്നേ ഞങ്ങൾ പോന്നു. ഇനി ഈ ആമ്പലുകളൊന്നും ചെറുതായിട്ട് ചുങ്ങി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഇപ്പൊ ഏകദേശം പോകുന്ന ഇത്രയും സമയം ആയിട്ടുള്ളൂ. എന്നാലും അടിപൊളിയാട്ടോ ഈ ഒരു സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞാൽ. വെളുപ്പിനുള്ള ആ വ്യൂ എന്ന് പറയുന്നത് എന്ത് രസാന്നറിയോ? ഇവിടെ കൂടുതലായിട്ട് ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനൊക്കെയാണ് കൂടുതൽ എല്ലാരും വരുന്നത്. ഇപ്പൊ തിരക്കായി തുടങ്ങണേ ഉള്ളൂ. അന്ന് വന്നപ്പോ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉച്ച സമയമായിരുന്നു ഞങ്ങൾ വന്നത്. ഇപ്പൊ ആൾക്കാർ തിരക്കായി തുടങ്ങുന്നു. നമ്മളിനി തിരിച്ചിറങ്ങി കഴിയുമ്പോ കാണാം എത്രത്തോളം തിരക്ക് വരാൻ പോകുന്നുണ്ടെന്ന്. 9000 എന്നാണ് ഈ പാടശേഖരത്തിന്റെ പേര്. ജെ ബ്ലോക്ക് 9000. അപ്പൊ 1850 ഏക്കറോളമാണ് നമ്മുടെ ഈ ആമ്പൽപ്പാടം ഇങ്ങനെ നീണ്ടു നിവർന്ന് പൂത്ത് കിടക്കുന്നത്. ഒത്തിരി എക്സൈറ്റഡ് ആണ് കേട്ടോ. പണ്ടൊക്കെ ചെറുപ്പത്തില് വഞ്ചിയിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടോ. ചച്ചു ആദ്യമായിട്ടല്ലേ കേറണത്? ചച്ചു ആദ്യമായിട്ടാ കേറണത്. അമ്മച്ചി അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അമ്മച്ചി വന്നപ്പോ തന്നെ ഒരു ലോഡ് പൂ ഇങ്ങനെ വാങ്ങിച്ച് കൈ പിടിച്ചു. പിന്നെ അതിന്റെ വിത്തും ഒക്കെ വാങ്ങിച്ച് നേരത്തെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി തിരിച്ചു വരുമ്പോ ഞാൻ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ പൂ പറിക്കാം എന്ന് പറയുന്നുണ്ട്. പൂ ഒന്ന് പറിച്ചു നോക്കാട്ടോ. നമ്മള് നേരത്തെ കയ്യിൽ വാങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിലും ഫ്രഷ് ആയിട്ടൊരു പൂവൊന്ന് പിഴുതെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ആമ്പൽപ്പൂ പറിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് അമ്മച്ചി പറിക്കണല്ലേ അമ്മച്ചി? ഡിലുവിന്റെ അപ്പുറത്ത് പറഞ്ഞുണ്ട്. ഇത്രയും നീട്ടുള്ള തണ്ടായിരുന്നു അല്ലേ? അത്രയും നീട്ടുണ്ട്. ഇത്രയും വാട്ടർ ലെവലാണ്. ഇത്രയും ആഴമുണ്ട്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ മുട്ടോളം വെള്ളമുള്ളൂ എന്നാ പറഞ്ഞത്. ഇതിലോട്ടിച്ച് ഓക്കെ. അമ്മച്ചിക്ക് പറിക്കണോ? അതാണ് പറിക്കേണ്ടത്. ഇതേ ചച്ചുവിന് പറിക്കണോന്ന്. ഇത് കറയാണോ? ഓൾറെഡി കറയായി. അമ്മിച്ച് തേപ്പ് പറിക്കാൻ പോവാണ്.
എന്താ സന്തോഷം. കൊച്ചിന് പറിക്കണം, ചച്ചുവിന് പറിക്കണം എന്ന് പറഞ്ഞ. വലിച്ചോ. ആ ചച്ചു നോക്കി. അത് തന്നെ, ശരിക്കും പൂ പറിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഇങ്ങനെ തിക്നെസ് ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇപ്പൊ നമ്മള് പൊട്ടിച്ചേക്കുന്നത്. അപ്പോ എന്തായാലും സന്തോഷായിട്ട് നമ്മള് ഈ വഴി കൂടെ തിരിച്ചങ്ങോട്ട് പോവാണ് കേട്ടോ. സോഷ്യൽ മീഡിയയില് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും മുമ്പൊന്നും വരാൻ സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും വരാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാ. 2018 ശേഷമാണ് ഇപ്പോ ഈ മലരിക്കൽ ടൂറിസം പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അന്ന് ഇങ്ങനെ ടൂറിസം തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ വന്നു വിദേശികൾ മാത്രല്ല, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ വരാറുണ്ട്. മൂന്നാറ് നീലക്കുറിഞ്ഞി പൂക്കില്ലേ, അതുപോലെയാണ് മലരിക്കല് ആമ്പൽ വസന്തം. നമ്മള് കഴിഞ്ഞ തവണ വന്നപ്പോ ഈ ചേട്ടൻ പറഞ്ഞിരുന്നു ഓണമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. അപ്പൊ ഓണം ആവാൻ നിക്കണ്ട, അതിനു മുമ്പേ പോന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇട ദിവസം നോക്കി ചച്ചുവിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ നമ്മൾ ഇറങ്ങിയതാ. ഇവിടെ വേറെ കളറാട്ടോ, പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ്. ചച്ചു ഇതേ പറിക്കാണ്. മുട്ടാണോടാ പറിച്ചേ? ഈ വൈറ്റ് കളറ് 1 മണി വരെയൊക്കെ നിൽക്കുന്ന പറഞ്ഞേ. ഈ ഷെയ്ഡ് പെട്ടെന്നൊന്നും ചുങ്ങിപ്പോയില്ല. ചെറിയ പൂവല്ലേ? എന്റെ അമ്മ ഇന്ദ്രല്ലേ, ഇത് നല്ല വണ്ണുള്ള തണ്ട്. നോക്കിയ പൂവ്, അടിപൊളി പൂവ് ഒരെണ്ണം പൊറിച്ചു. രാവിലെ 6 മണി തുടങ്ങി 10:30 വരെ ബോട്ടിങ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് ഈ പൂവൊക്കെ ചുരുങ്ങി പോകും. ഈ ഷെയ്ഡുകള്, അതായത് ഇപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ ഷെയ്ഡുകളാണ് കൂടുതൽ പൂത്ത് നിൽക്കുക. അതൊരു 1 മണി വരെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലും ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് കളറാണ് 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും ചുരുങ്ങി പോകുന്നത്. ചച്ചുവിന് പറിച്ച് ഇൻട്രസ്റ്റ് ആയി. എനിക്ക് ചെടികള് പൂക്കളൊക്കെ, അയ്യോ വീഴല്ലേട്ടാ ചച്ചു, എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. കണ്ട് പൂത്ത് നിക്കണാണ് ഭംഗി. ഇനി പറിക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷെ അമ്മച്ചിക്ക് ഭയങ്കര താല്പര്യം കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര പറിക്കാനൊക്കെ. ഇപ്പഴേ പിടിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടിലെന്തായാലും അമ്പൽപ്പാടം ആക്കുന്ന തോന്നണേ അമ്മച്ചി. ഇനിയിപ്പോ നമ്മള് പൂക്കള് നല്ല അമ്പൽപ്പൂ നല്ല തിക്കായിട്ട് നിക്കണ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോവാൻ പോണത്. അതിന്റെ ഇടയിൽ അവിടെ ഒരു റെയിൻബോ വന്നേക്കണം, കാണിച്ചു നോക്കിച്ചാ. അതേ അവിടെ റെയിൻബോ. ശരിക്കും നമ്മള് വെയിൽ, അതേ റെയിൻബോ. വെയില അതേ ചായ സൂര്യൻ ഉദിച്ചു വരുന്നത്, സൂര്യൻ ഉദിച്ചു വരുന്നത് നല്ല സണ്ട. അപ്പൊ ആമ്പല് തിക്കായിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത്. കൂടുതലും വെയിലടിക്കുന്നതിന് മുമ്പേ നമ്മൾക്ക് പോയിട്ട് പോരാൻ വേണ്ടിട്ടാണ് രാവിലെ എത്തണമെന്ന് പറയുന്നത്. പക്ഷെ വെയിലടിച്ചാലും നമ്മൾ അത് അത്ര മൈൻഡ് ചെയ്യില്ല. കാരണം ഇത്രയും നല്ല ഒരു അത്ഭുത കാഴ്ച കാണുമ്പോ നമുക്ക് മനസ്സിന് എന്തായാലും നല്ലൊരു സന്തോഷം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞത്, എല്ലാരും പറയും പിന്നെ ഈ വെയിലത്ത്, നട്ട വെയിലത്ത് പോയി വരാനായിട്ട് ഭയങ്കര വട്ടല്ലേന്ന്. പക്ഷെ നമ്മൾ ഈ ഒരു വഞ്ചി കൂടെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇത് കണ്ടു കഴിയുമ്പോണ്ടല്ല, ഈ വെയിലൊന്നും നമ്മളെ ബാധിക്കേയില്ല. അത്രയും രസാണ്. ഇവിടെ നിന്നൊക്കെ വ്യൂ എന്ത് രസാന്ന് നോക്കിയാ കാണാനായിട്ട്. നല്ല വ്യൂ ആണ്, അട്രാക്റ്റീവ് ആണ്. ഇനി വെള്ള പറിക്കാം. ഇനി വെള്ള വേണോന്ന്. വെള്ളയുടെ സമയം കഴിഞ്ഞു, നമ്മള് വേറെ സ്ഥലത്താണ് വെള്ള. ഫോട്ടോഷൂട്ടും സേവ് ദി ഡേറ്റിനൊക്കെയാണ് കൂടുതൽ ഇവിടെ ആൾക്കാർ വരാറ്. അല്ലാതെ റീൽസ് ഒക്കെ ചെയ്യാനായിട്ട് വരും. ഞാൻ 1-2 റീൽസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കണം. തിരക്കായി തുടങ്ങിട്ടോ, എല്ലാരും വന്നെത്തി തുടങ്ങിയിട്ടുണ്ട്.
കാരണം ഈ വെയിലടിക്കുന്നതിന് മുമ്പേ കയറി കഴിഞ്ഞാൽ രാവിലത്തെ സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. ദേ നോക്കിയേ, അപ്പുറത്തെ ആ സൈഡില് നോക്കിയേ, പിങ്ക് ഷെയ്ഡ്. ഇവിടെ നോക്കുമ്പോ ദേ ആറ്റത്ത് കണ്ട എന്ത് ഭംഗിയാ കാണാൻ. ഭയങ്കര അട്രാക്ഷൻ ആട്ടോ. മലരിക്കൽ ആമ്പൽ വസന്തം എന്ന് പറയണത് വെറുതെ അല്ല കേട്ടോ. ചച്ചുവിന് പറിക്കണമെന്ന്. ചച്ചു അധികം പറിക്കാൻ പാടില്ല. എന്ത് ഭംഗി നോക്കിയേ. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോവാൻ പറ്റുവോ? പൂള് നശിഞ്ഞു പോവല്ലേ. ശരിക്കും പറഞ്ഞാലേ സത്യത്തിൽ ഇതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോ നല്ല ഭംഗിയാട്ടോ. പറിക്കാൻ തോന്നുന്നില്ല. ചച്ചു എടാ മതി. ഈ വീഡിയോ കണ്ടിട്ട് ആരിങ്ങനെ പറിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. അപ്പൊ നമ്മളിതാ ഈ രണ്ട് സൈഡും ആമ്പല് വിരിഞ്ഞു നിൽക്കണതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇത്രയും ഭാഗം നിറയെ ഇതാണ്, നല്ല അട്രാക്റ്റീവ് വ്യൂ ആണ്. അപ്പൊ ഇനി നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റീൽസ് ഒക്കെ എടുക്കാനുള്ള ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കി നല്ല തിക്കായിട്ട് നിൽക്കണ നോക്കിയ ആമ്പല്. ഡിലുവിനൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ദാ തിക്കായിട്ട് ആമ്പല് വിരിഞ്ഞിരിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. നോക്കി അവിടെയുള്ള വ്യൂ നോക്കി. ഇതിന്റെ ഇടയില് പിന്നെ ഇനി സഞ്ചരിക്കാനുള്ളതില്ല. ഇപ്പൊ ഈ തിക്കായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സേവ് ദ ഡേറ്റിനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ അത്. ഇവിടെ 1500 രൂപയാണ് സേവ് ദ ഡേറ്റിനും ഫോട്ടോഷൂട്ടിനൊക്കെ വാങ്ങുന്ന റേറ്റ്. അപ്പോൾ ഒരു 2 വെള്ളത്തിലാണ് കേട്ടോ വരുന്നത്. പിന്നെ അവിടെ കാണുന്ന ഒരു ടവർ വരെ പോകുന്നതിന് 1000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇവിടെ 2 തരത്തിലുള്ള ആമ്പലുകളാണ് ഉള്ളത്. ഈ പിങ്ക് നല്ല അടിപൊളി ഷെയ്ഡ് ഉള്ളതും പിന്നെ ലൈറ്റ് കളർ പിങ്കും വൈറ്റ് കളറും. വൈറ്റ് കളറൊക്കെ ഒരു 1 മണി വരെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. കഷ്ടപ്പാട് കളിച്ച എന്റെ കഷ്ടപ്പാടുകൾ ഒരു തമ്പനയില് വേണ്ടിട്ട് വെള്ളത്തിലിറങ്ങി. ആ പറിക്ക. അപ്പൊ സെപ്റ്റംബർ അവസാനം വരെ ഈ ആമ്പലിന്റെ ഒരു വസന്തം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊക്കെ വറ്റിച്ച് കൃഷി തുടങ്ങും. ഒരു 6 മാസം ഉണ്ടാവും ഇവിടുത്തെ കൃഷി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെ വിളവെടുപ്പാണ്. അതിനുശേഷം ഇവിടെ ഈ പാടത്ത് വെള്ളം കയറ്റി പിന്നെ അടുത്ത നവംബർ ആകുമ്പോഴേക്കും വീണ്ടും ആമ്പൽ വസന്തം വരും. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ആമ്പലിന്റെ വിത്തുകളൊക്കെ ഇപ്പോ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ ഇത് ഇവിടെ കിടപ്പുണ്ടാവും. അത് കഴിഞ്ഞ് ഈ കൃഷി വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ വിത്തുകൾ പൊട്ടിമുളച്ച് പിന്നെ നവംബർ ആകുമ്പോഴേക്കും അടുത്ത ആമ്പൽ വസന്തം ഉണ്ടാവും. അപ്പൊ നമ്മള് ഈ ആമ്പൽ വസന്തം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ഗൈസ്. മലരിക്കൽ ആമ്പൽ വസന്തം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ഗൈസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വരാൻ താല്പര്യമുള്ളവര് വരാ. ചാന്ത പൂ ഒട്ടിക്കാണ് കേട്ടോ, ആമ്പൽ ഒട്ടിക്കാണ്.
അച്ചു വീഴല്ലേ കേട്ടാ. ആ നിക്കട്ടെ. ഇത്ര നേരം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായില്ല, ഒരു വിഷമിച്ചാൻ തീർക്കാണ്. എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ കൈ നിറയെ അമ്പൽപ്പൂക്കളായിട്ട് ഞങ്ങൾ ഇതാ പോവാട്ടോ സുഹൃത്തുക്കളെ. അപ്പോഴേക്കും തിരക്കായി തുടങ്ങി. വഞ്ചി നിറയെ ആൾക്കാരുമായിട്ട് ചുറ്റും സഞ്ചാരികൾ വന്നു തുടങ്ങി അമ്പൽപ്പാടം കാണാനായിട്ട്. നല്ല വെയിലടിച്ചു തുടങ്ങി കേട്ടോ. എന്നാലും നമുക്ക് ഇതെല്ലാം കണ്ട ഒരു സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു പോവാണ്. ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്പേസ് ആണ് കേട്ടോ അത്, മലരിക്കല്. അപ്പൊ രാവിലെ 6 മണിക്ക് തന്നെ വരിക. 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലുണ്ടാവില്ല. 6 മണി to 9 മണി വരെയാണ് നമ്മളുടെ ഈ മലരിക്കലില് ആമ്പല് പൂത്ത് നിൽക്കുന്ന ഒരു സമയം. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ആമ്പലെല്ലാം ചുങ്ങിപ്പോവും. പിന്നെ അതിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് അത്യാവശ്യം തിരക്ക് തന്നെ. ഇനിയിപ്പോ വെക്കേഷനൊക്കെ ആയി തുടങ്ങിയല്ലോ. ഈ മാസം അവസാനം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്ത് വെള്ളമൊക്കെ വറ്റിച്ച് കളയും. അപ്പോ ഈ മലരിക്കലിലെ ആമ്പൽ വസന്തം കണ്ട് ഞങ്ങള് തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ പൂക്കൾ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ആമ്പൽപ്പൂ ഇഷ്ടമുള്ളവരും ഇവിടെ വന്നിട്ടുള്ളവരും എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ ഗൈസ്. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ. അപ്പൊ ഇതാ ആമ്പൽ വസന്തം കാണാനായിട്ട് മലരിക്കലില് വരുന്നവർക്ക് ഈ ചേട്ടന്റെ ഹെൽപ്പ് ചോദിക്കാവുന്ന കേട്ടോ. അപ്പൊ അതെ, ഷാജിത്ത് എന്നാണ് ചേട്ടന്റെ പേര്. ചേട്ടന്റെ നമ്പർ ഞങ്ങൾ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും ചേട്ടനെ വിളിച്ചാൽ മതി. രാവിലെ പോരുന്നതിന് മുമ്പ് തലേ ദിവസം ചേട്ടനെ വിളിച്ച് ഒന്ന് സംസാരിച്ചതിന് ശേഷം വരിക.